സക്സസ് ഫയലിൽ ഇന്ന് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. 100 ചോദ്യങ്ങളാണുള്ളത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2020 വയലാർ അവാർഡ് ജേതാവ്. 2020 വയലാർ അവാർഡ് ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2020 വയലാർ അവാർഡ് ജേതാവ്. അദ്ദേഹത്തിന്റെ ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഏഴാച്ചേരി രാമചന്ദ്രന് കവിതാ സമാഹാരത്തിന്റെ പേര് ഒരു വെർജീനിയൻ വേൽക്കാലം. 2019 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. 2019 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി വി.ജെ. ജെയിംസ്. നിരീശ്വരൻ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. 2020 ഏഴാച്ചേരി രാമചന്ദ്രനും 2019 വി.ജെ. ജെയിംസിനുമാണ് വയലാർ അവാർഡ് ലഭിച്ചത്. കൃതികളും ഓർത്തുവെക്കുക. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ. പോൾ സക്കറിയ. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആനന്ദ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് പി. സച്ചിദാനന്ദൻ. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദ്. 2019 JCB പ്രൈസിന് അർഹയായത്. 2019 JCB പ്രൈസിന് അർഹയായത് മാധുരി വിജയ്. മാധുരി വിജയ് ആണ് 2019 JCB പ്രൈസിന് അർഹയായത്. ദ ഫാർ ഫീൽഡ് എന്ന നോവലിനാണ് സമ്മാനം ലഭിച്ചത്. സമ്മാന തുക 25 ലക്ഷം. 2019 JCB പ്രൈസ് മാധുരി വിജയ്. 2020 JCB പ്രൈസിന് അർഹയായത്. 2020 JCB പ്രൈസിന് അർഹനായത് എസ് ഹരീഷ്. എസ് ഹരീഷിനാണ് 2020 JCB പ്രൈസ് ലഭിച്ചത്. മീശ എന്ന കൃതിക്കാണ് ലഭിച്ചത്. 2019 മാധുരി വിജയ്ക്ക്, 2020 എസ് ഹരീഷ്. 2020 ഹരിവരാസന പുരസ്കാര ജേതാവ്. 2020 ഹരിവരാസന പുരസ്കാര ജേതാവ് ഇളയരാജ. 2020 ഹരിവരാസന പുരസ്കാര ജേതാവ് ഇളയരാജ. 2019 ഹരിവരാസന പുരസ്കാര ജേതാവ്. 2019 ഹരിവരാസന പുരസ്കാര ജേതാവ് പി. സുശീല. 2019 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് പി. സുശീലയ്ക്കും 2020 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ഇളയരാജയ്ക്കും. 2020 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത്. നിശാഗന്ധി പുരസ്കാരം 2020 അർഹനായത് CV ചന്ദ്രശേഖർ. CV ചന്ദ്രശേഖർ. 2019 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത്. 2019 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കലാമണ്ഡലം ക്ഷേമാവതി. കലാമണ്ഡലം ക്ഷേമാവതി 2019 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചു. 2020 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് CV ചന്ദ്രശേഖർ. 2020 സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡിന് അർഹയായത്. 2020 സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡിന് അർഹയായത് KK ശൈലജ. KK ശൈലജ. അടുത്ത ചോദ്യം, 2019 മുട്ടത്ത് വർക്കി പുരസ്കാരത്തിന് അർഹനായത്. 2019 മുട്ടത്ത് വർക്കി പുരസ്കാരത്തിന് അർഹനായത് ബെന്യാമിൻ. ബെന്യാമിൻ. 2019 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. 2019 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് N. പ്രഭാകരൻ. N. പ്രഭാകരന്റെ മായ മനുഷ്യനാണ് 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്.
ഓടക്കുഴൽ പുരസ്കാര ജേതാവ് N. പ്രഭാകരൻ 2019. കൃതി മായാമനുഷ്യൻ. 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് 2019 അർഹനായത്. U.A. ഖാദർ. U.A. ഖാദർ. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദന് 2020 U.A. ഖാദറിന് 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചു. വനഭൂമി അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. വനഭൂമി അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് ആണ് വനഭൂമി അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. 2020 ചെറുകാട് സ്മാരക അവാർഡ് നേടിയത് ആര്? 2020 ചെറുകാട് സ്മാരക അവാർഡ് നേടിയത് ആര്? ഡോക്ടർ M.P. പരമേശ്വരൻ. ഡോക്ടർ M.P. പരമേശ്വരൻ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം EIA-യുടെ പൂർണ്ണരൂപം എന്ത്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം EIA-യുടെ പൂർണ്ണരൂപം എന്ത്? എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. 2020 ക്രിട്ടിക്സ് ചോയ്സ് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം. 2020 ക്രിട്ടിക്സ് ചോയ്സ് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ മലയാള ചിത്രം. കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ്. അവയവദാനത്തിലും മാറ്റിവെക്കലിലും ഒന്നാമതെത്തിയ സംസ്ഥാനം. അവയവദാനത്തിലും മാറ്റിവെക്കലിലും ഒന്നാമതെത്തിയ സംസ്ഥാനം. മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് അവയവദാനത്തിലും മാറ്റിവെക്കലിലും ഒന്നാമതെത്തിയ സംസ്ഥാനം. COVID-19 വ്യാപിക്കുന്നത് തടയുവാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21 ദിവസത്തേക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് എന്ന്? COVID-19 വ്യാപിക്കുന്നത് തടയുവാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21 ദിവസത്തേക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് എന്ന്? മാർച്ച് 24 അർദ്ധരാത്രി മുതൽ. മാർച്ച് 24 അർദ്ധരാത്രി മുതൽ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എയർപോർട്ടിന്റെ പുതിയ പേര്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എയർപോർട്ടിന്റെ പുതിയ പേര്. ഛത്രപതി സാംഭാജി മഹാരാജ് എയർപോർട്ട്. ഛത്രപതി സാംഭാജി മഹാരാജ് എയർപോർട്ട്. വ്യാജ ഫോൺ കോളുകൾ വഴിയുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ കേരള പോലീസ് സൈബർ ഡോം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. വ്യാജ ഫോൺ കോളുകൾ വഴിയുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ കേരള പോലീസ് സൈബർ ഡോം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ബി സേഫ്. ബി സേഫ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖര ബ്ലോക്ക് പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖര ബ്ലോക്ക് പഞ്ചായത്ത്. ചിറയൻകീഴ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ്. പൊതുജനങ്ങൾക്ക് COVID-19 വിവരങ്ങൾ ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ. പൊതുജനങ്ങൾക്ക് COVID-19 വിവരങ്ങൾ ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ. 1075. 1075. കൊറോണ വൈറസ് രോഗപ്രതിരോധത്തിനായി ഇന്ത്യൻ കരസേന ആരംഭിച്ച ദൗത്യം. കൊറോണ വൈറസ് രോഗപ്രതിരോധത്തിനായി ഇന്ത്യൻ കരസേന ആരംഭിച്ച ദൗത്യം. ഓപ്പറേഷൻ നമസ്തേ. ഓപ്പറേഷൻ നമസ്തേ. ഇന്ത്യൻ സർക്കാരിന്റെ സമഗ്ര COVID-19 ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ഏത്? ഇന്ത്യൻ സർക്കാരിന്റെ സമഗ്ര COVID-19 ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ഏത്? ആരോഗ്യ സേതു. ആരോഗ്യ സേതു.
ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. പശുക്കളെ ഓൺലൈനായി വാങ്ങാനും വിൽക്കാനും ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനായി മിൽമ പുറത്തിറക്കുന്ന ആപ്പ്. പശുക്കളെ ഓൺലൈനായി വാങ്ങുവാനും വിൽക്കുവാനും ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനായി മിൽമ പുറത്തിറക്കുന്ന ആപ്പ്. മിൽമ കൗ ബസാർ. മിൽമ കൗ ബസാർ. 2019-2020 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ. 2019-2020 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ. ATK കൊൽക്കത്ത. ATK കൊൽക്കത്ത. പുത്തൂർ സ്മാരക ട്രസ്റ്റിന്റെ 2020 പുത്തൂർ പുരസ്കാരത്തിന് അർഹനായത്. പുത്തൂർ സ്മാരക ട്രസ്റ്റിന്റെ 2020 പുത്തൂർ പുരസ്കാരത്തിന് അർഹനായത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 7 വൻകരകളിലെയും ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ഇന്ത്യക്കാരൻ. 7 വൻകരകളിലെയും ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ഇന്ത്യക്കാരൻ. സത്യരൂപ് സിദ്ധാന്ത. സത്യരൂപ് സിദ്ധാന്ത. കൊറോണ ബാധയെ തുടർന്നുള്ള ആദ്യ മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം. കൊറോണ ബാധയെ തുടർന്നുള്ള ആദ്യത്തെ മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം. കർണാടക. കർണാടക. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി. സഹായ ഹസ്തം. സഹായ ഹസ്തം. കേരള സർക്കാർ OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സമുദായം. കേരള സർക്കാർ OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സമുദായം. പത്മശാലി. പത്മശാലി. സ്വന്തമായി വാസസ്ഥലമില്ലാത്തതും സംരക്ഷിക്കാൻ മറ്റാരും തയ്യാറാകാത്തതുമായ ജയിൽ മോചിതരായ തടവുകാരെ താമസിപ്പിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. സ്വന്തമായി വാസസ്ഥലമില്ലാത്തതും സംരക്ഷിക്കാൻ മറ്റാരും തയ്യാറാകാത്തതുമായ ജയിൽ മോചിതരായ തടവുകാരെ താമസിപ്പിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. തണലിടം. തണലിടം. ആരോഗ്യ സേതു ആപ്ലിക്കേഷന്റെ ടോൾ ഫ്രീ നമ്പർ. ആരോഗ്യ സേതു ആപ്ലിക്കേഷന്റെ ടോൾ ഫ്രീ നമ്പർ 1921. 1921. കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസി കേരളീയരെ സഹായിക്കാൻ KSFE വഴി കേരള സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പാക്കേജ്. കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസി കേരളീയരെ സഹായിക്കാൻ KSFE വഴി കേരള സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പാക്കേജ്. ജീവനം സൗഹൃദ പാക്കേജ്. ജീവനം സൗഹൃദ പാക്കേജ്. ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പഠന സംവിധാനം. ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പഠന സംവിധാനം. ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പഠന സംവിധാനം. ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പഠന സംവിധാനം. ദീക്ഷ. ദീക്ഷ. പ്രശസ്ത ആർക്കിയോളജിസ്റ്റായ BB ലാലിനോടുള്ള സ്മരണാർത്ഥം കേരള സർക്കാർ പുറത്തിറക്കിയ ബുക്ക്. പ്രശസ്ത ആർക്കിയോളജിസ്റ്റായ BB ലാലിനോടുള്ള സ്മരണാർത്ഥം കേരള സർക്കാർ പുറത്തിറക്കിയ ബുക്ക്. BB ലാൽ ഇന്ത്യ റീഡിസ്കവേർഡ്. BB ലാൽ ഇന്ത്യ റീഡിസ്കവേർഡ്. കുടിയേറ്റ തൊഴിലാളികൾക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ. കുടിയേറ്റ തൊഴിലാളികൾക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ. ശ്രമിക് സ്പെഷ്യൽ ട്രെയിൻസ്. 2020 DW ഫ്രീഡം ഓഫ് സ്പീച്ച് അവാർഡ് നേടിയ ഇന്ത്യൻ പത്രപ്രവർത്തകൻ. 2020 DW
ഫ്രീഡം ഓഫ് സ്പീച്ച് അവാർഡ് നേടിയ ഇന്ത്യൻ പത്രപ്രവർത്തകൻ? സിദ്ധാർത്ഥ് വരദരാജൻ. സിദ്ധാർത്ഥ് വരദരാജൻ. 2020 ലോക നഴ്സ് ദിന പ്രമേയം. 2020 ലോക നഴ്സ് ദിന പ്രമേയം. A voice to lead nursing the world to health. A voice to lead nursing the world to health. കേരളത്തിലെ ആദ്യ വനിതാ DGP ആയി നിയമിതയായത്? കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആയി നിയമിതയായത്? ആർ ശ്രീലേഖ. ആർ ശ്രീലേഖ. ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ മിസൈൽ പാർക്ക്. ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ മിസൈൽ പാർക്ക്. അഗ്നിപ്രസ്ഥ. അഗ്നിപ്രസ്ഥ. ജനന നിരക്ക് കൂടിയ സംസ്ഥാനം. ജനന നിരക്ക് കൂടിയ സംസ്ഥാനം. ബീഹാർ. ജനന നിരക്ക് കൂടിയ സംസ്ഥാനം ബീഹാർ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്കുള്ള സംസ്ഥാനം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്കുള്ള സംസ്ഥാനം. കേരളം. ശിശുമരണനിരക്ക് കൂടിയ സംസ്ഥാനം. ശിശുമരണനിരക്ക് കൂടിയ സംസ്ഥാനം. മധ്യപ്രദേശ്. മധ്യപ്രദേശ്. ആരോഗ്യവകുപ്പ് സംവിധാനമായ ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ. ആരോഗ്യവകുപ്പ് സംവിധാനമായ ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. 1056. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തിന് ശേഷം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്ര? 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തിന് ശേഷം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്ര? 12. 12. COVID-19 പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? COVID-19 പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. ആപ്തമിത്ര. ആപ്തമിത്ര. COVID-19 ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാക്കാനും പഠനങ്ങൾക്കുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള വികസിപ്പിച്ചെടുത്ത പുതിയ സെർച്ച് എഞ്ചിൻ. വിലോകന. www.vilogana.in. ലോക്ക്ഡൌൺ കാലത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. ലോക്ക്ഡൌൺ കാലത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. പ്രശാന്തി. പ്രശാന്തി. COVID-19 കാലത്ത് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരംഭിച്ച പോർട്ടൽ. COVID-19 കാലത്ത് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരംഭിച്ച പോർട്ടൽ. യുക്തി. യങ് ഇന്ത്യ കോമ്പാറ്റിംഗ് കോവിഡ് വിത്ത് നോളജ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. യങ് ഇന്ത്യ കോമ്പാറ്റിംഗ് കോവിഡ് വിത്ത് നോളജ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. യുക്തി. ദൂരദർശന്റെ മുൻകാല പരമ്പരകൾ പുനഃസംപ്രേക്ഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ചാനൽ. ദൂരദർശന്റെ മുൻകാല പരമ്പരകൾ പുനഃസംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ചാനൽ. DD റെട്രോ. DD റെട്രോ. BSNL പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം. BSNL പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം. ഭാരത് ഇൻസ്റ്റാപേ. ഭാരത് ഇൻസ്റ്റാപേ. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയോദ്യാനം. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയോദ്യാനം. ജിം കോർബറ്റ് ദേശീയോദ്യാനം. ജിം കോർബറ്റ് ദേശീയോദ്യാനം. മോദി കിച്ചൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. മോദി കിച്ചൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. തമിഴ്നാട്. തമിഴ്നാട്.
മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള 124ാമത് ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നതെപ്പോൾ? മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള 124ാമത് ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2019 ജനുവരി 14. 2019 ജനുവരി 14. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ISROയുടെ പദ്ധതിയുടെ പേര്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ISROയുടെ പദ്ധതിയുടെ പേര്. ഗഗൻയാൻ. ഗഗൻയാൻ. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനില്ലാത്ത ആദ്യ ട്രെയിനായ ട്രെയിൻ 18ന്റെ പുതിയ പേര്. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനില്ലാത്ത ആദ്യത്തെ ട്രെയിനായ ട്രെയിൻ 18ന്റെ പുതിയ പേര്. വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരത് എക്സ്പ്രസ്. 2019 ഭാരതരത്ന നേടിയ ഭൂപേൻ ഹസാരിക ഏതു രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2019 ഭാരതരത്ന നേടിയ ഭൂപേൻ ഹസാരിക ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീതം. സംഗീതം. മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദൗത്യം. മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദൗത്യം. ഓപ്പറേഷൻ അനാക്കോണ്ട. ഓപ്പറേഷൻ അനാക്കോണ്ട. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ. തൊടുപുഴ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ. ഇന്ത്യയും ഏതു രാജ്യവും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചയാണ് ഗംഗ വോൾഗ ഡയലോഗ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചയാണ് ഗംഗ വോൾഗ ഡയലോഗ് എന്ന് അറിയപ്പെടുന്നത്? റഷ്യ. റഷ്യ. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പിലാക്കിയത് എന്നു മുതലാണ്? ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പിലാക്കിയത് എന്നു മുതൽ? 2020 ജനുവരി 1. 2020 ജനുവരി 1 മുതലാണ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത് വാർഷികമാണ് 2020 നടന്നത്? ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത് വാർഷികമാണ് 2020 നടന്നത്? 75. 75ാമത്തെ വാർഷികം. ആത്മഹത്യാ നിരക്കിൽ രാജ്യത്തെ ഏറ്റവും മുന്നിലുള്ള നഗരം. ആത്മഹത്യാ നിരക്കിൽ രാജ്യത്തെ ഏറ്റവും മുന്നിലുള്ള നഗരം. കൊല്ലം. മഡഗാസ്കറിലെ ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ. മഡഗാസ്കറിലെ ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ. ഓപ്പറേഷൻ വാനില. ഓപ്പറേഷൻ വാനില. 2020 ജനുവരി 17 ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം. 2020 ജനുവരി 17 ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം. GSAT-30. GSAT-30. കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. മണി. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. 2020 എന്ത് വർഷമായിട്ടാണ് UN ആചരിച്ചത്? 2020 എന്ത് വർഷമായിട്ടാണ് UN ആചരിച്ചത്? സസ്യാരോഗ്യ വർഷം. സസ്യാരോഗ്യ വർഷം. റെയിൽവേയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ഏകീകൃത നമ്പർ. റെയിൽവേയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ഏകീകൃത നമ്പർ. 139. 139. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ഓൺലൈൻ വഴി കൈകാര്യം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റ്.
റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ഓൺലൈൻ വഴി കൈകാര്യം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റ്. റവന്യൂ മിത്രം. റവന്യൂ മിത്രം. വെബ്സൈറ്റിന്റെ പേര് mitram.revenue.kerala.gov.in. mitram.revenue.kerala.gov.in. 2020 ജനുവരിയിൽ ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയ ഓസോണിന് ഭീഷണിയാകുന്ന രാസപദാർത്ഥം ഏത്? 2020 ജനുവരിയിൽ ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയ ഓസോണിന് ഭീഷണിയാകുന്ന രാസപദാർത്ഥം ഏത്? HCFC 141b. HCFC 141b. 2020 പത്മവിഭൂഷൺ അവാർഡ് നേടിയ കായിക താരം. 2020 പത്മവിഭൂഷൺ അവാർഡ് നേടിയ കായിക താരം. മേരി കോം. മേരി കോം. 2020 പത്മഭൂഷൺ നേടിയ കായിക താരം. 2020 പത്മഭൂഷൺ നേടിയ കായിക താരം. PV സിന്ധു. PV സിന്ധു. തോപ്പിൽ രവി പുരസ്കാരം 2020 നേടിയത്. തോപ്പിൽ രവി പുരസ്കാരം 2020 നേടിയത്. M. രാജീവ് കുമാർ. M. രാജീവ് കുമാർ. ദി ഫാർ ഫീൽഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ദി ഫാർ ഫീൽഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. മാധുരി വിജയ്. 2020 50ാമത് ലോക സാമ്പത്തിക ഫോറത്തിൽ ക്രിസ്റ്റൽ അവാർഡ് നേടിയ ബോളിവുഡ് താരം. 2020 50ാമത് ലോക സാമ്പത്തിക ഫോറത്തിൽ ക്രിസ്റ്റൽ അവാർഡ് നേടിയ ബോളിവുഡ് താരം. ദീപിക പദുക്കോൺ. ദീപിക പദുക്കോൺ. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. കേരളം. കേരളം. കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര്. കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര്. ശ്യാമ പ്രസാദ് മുഖർജി തുറമുഖം. ശ്യാമ പ്രസാദ് മുഖർജി തുറമുഖം. കേരളത്തിൽ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കപ്പെട്ട ആദ്യ ഫ്ലാറ്റ്. കേരളത്തിൽ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കപ്പെട്ട ആദ്യത്തെ ഫ്ലാറ്റ്. ഹോളി ഫെയ്ത്ത് H2O. ഹോളി ഫെയ്ത്ത് H2O. പ്രഥമ ബാലഭാസ്കർ പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ ബാലഭാസ്കർ പുരസ്കാരത്തിന് അർഹനായത്. KJ ദിലീപ്. KJ ദിലീപ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഹ്രസ്വചിത്രം. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഹ്രസ്വചിത്രം. ദ റിയൽ ലൈഫ് മജീഷ്യൻ. ദ റിയൽ ലൈഫ് മജീഷ്യൻ. കർമ്മയോദ്ധ ഗ്രന്ഥ് എന്ന പുസ്തകം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? കർമ്മയോദ്ധ ഗ്രന്ഥ് എന്ന പുസ്തകം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? നരേന്ദ്രമോദി. നരേന്ദ്രമോദി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പരേഡ് അഡ്ജറ്റന്റ് ആയ ആദ്യ വനിത. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പരേഡ് അഡ്ജറ്റന്റ് ആയ ആദ്യ വനിത. ക്യാപ്റ്റൻ താനിയ ഷെർഗിൽ. ക്യാപ്റ്റൻ താനിയ ഷെർഗിൽ. ചന്ദ്രയാൻ 3 പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 3 പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ. പി വീരമുത്തുവേൽ. പി വീരമുത്തുവേൽ ആണ് ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ. ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2020 നടന്നത്? ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2020 നടന്നത്? 71ാമത്. 71ാമത്. 2020 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ എത്രാമതാണ് ഇന്ത്യയുടെ സ്ഥാനം? 2020 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ എത്രാമതാണ് ഇന്ത്യയുടെ സ്ഥാനം? 144. 144.
2019 വള്ളത്തോൾ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2019 വള്ളത്തോൾ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. സക്കറിയ. 2019 പത്മപ്രഭ പുരസ്കാര ജേതാവ്. 2019 പത്മപ്രഭ പുരസ്കാര ജേതാവ്. സന്തോഷ് ഏച്ചിക്കാനം. പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത്. വി.ആർ. പ്രബോധചന്ദ്രൻ നായരാണ് പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത്. വി.ആർ. പ്രബോധചന്ദ്രൻ നായർ. 2019 ONV കൾച്ചറൽ അക്കാദമിയുടെ ONV യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2019 ONV കൾച്ചറൽ അക്കാദമിയുടെ ONV യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. അനഘ കോലോത്ത്. ബാലാമണി അമ്മ പുരസ്കാരം 2019 ലഭിച്ചത് ആർക്ക്? ടി. പത്മനാഭൻ. കമല സുരയ്യ സാഹിത്യ പുരസ്കാരം 2019 അർഹനായത്. ഒ.വി. ഉഷ. 2019 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. എസ്. രമേശൻ. 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 കളിയച്ചൻ പുരസ്കാരത്തിന് അർഹനായത്. കെ. സച്ചിദാനന്ദനാണ് 2019 കളിയച്ചൻ പുരസ്കാരത്തിന് അർഹനായത്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.